എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നാർക്കോട്ടിക്സ് ഇസ് എ ഡർട്ടി ബിസിനസ്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കേരളത്തിലെ ഒരു ഞെട്ടിക്കുന്ന വാർത്തകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. MDMA 12 വയസ്സായ ഒരു ചെറുപ്പക്കാരൻ, അതായത് 12 വയസ്സെന്ന് പറയുമ്പോൾ 6ാം ക്ലാസ്സോ 7ാം ക്ലാസ്സോ പഠിക്കുന്ന ഒരു പയ്യൻ സ്വന്തം അനിയത്തിക്ക്, അതായത് 10 വയസ്സായ സ്വന്തം അനിയത്തിക്ക്, കൂടി കഴിഞ്ഞാൽ ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സ്വന്തം അനിയത്തിക്ക് MDMA കൊടുത്തു. അതായത് വീട്ടുകാരെല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ ഈ 12 വയസ്സുകാരൻ സ്വന്തം സൈക്കിൾ എടുത്ത് പോവുകയും സ്വന്തം അച്ഛൻ്റെ ലോക്കറിൽ ഡിജിറ്റൽ പെൻ വെച്ച് മാർക്ക് ചെയ്യുകയും ആ പിന്ന് കോപ്പിയടിക്കുകയുമാണ് ഇവിടെ ഉണ്ടായത്. അങ്ങനെ 3 ലക്ഷം രൂപ കളവ് പോയി. അപ്പോൾ ഈ പയ്യൻ MDMA ഉപയോഗിച്ചതും കൂടെ കളവും നടത്തിയിരിക്കുകയാണ്, മോഷണം നടത്തിയിരിക്കുകയാണ്. സത്യത്തിൽ ആ മോഷണത്തിന് കാരണം MDMA ആണ്. ഈ കുട്ടി പറഞ്ഞത് നമുക്കെല്ലാവരും ശ്രദ്ധിച്ചാണല്ലോ, ഞാൻ പ്രായപൂർത്തിയാകാത്തതാണ്, എന്നെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പോലീസിൽ പരാതിപ്പെടുകയും അച്ഛനും അമ്മയ്ക്കും കേസാവുകയും ചെയ്യുമെന്നാണ്. അങ്ങനെ പറയുമ്പോൾ നമ്മൾ പേടിക്കാതെ കുട്ടിയെ അടിച്ച് വളർത്തണമായിരുന്നു. കുട്ടിയെ അടിച്ചു വളർത്താത്തതിൻ്റെ ദോഷമാണ്. അതായത് കുട്ടിക്ക് ആരെയും പേടിയില്ല. ആരെ പേടിക്കണം? പ്രായപൂർത്തിയായിട്ടില്ല പറഞ്ഞ് കേസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുട്ടിയെ പോലീസ് സംരക്ഷിക്കുകയും പിറ്റേ ദിവസം മീഡിയയിൽ ആ അച്ഛനും അമ്മയ്ക്കെതിരെ കേസുകളും അച്ഛനമ്മയ്ക്കെതിരെ സൈബർ അറ്റാക്കും എല്ലാം നടക്കുന്നതാണ്. അതുകൊണ്ട് ആ അച്ഛനും അമ്മയും ഒന്നും വേണ്ടിയില്ല. നേരെ മറിച്ച് ഇപ്പോൾ കുട്ടി MDMA അടിമയായിരിക്കുകയാണ്. സത്യത്തിൽ ഈ കുട്ടിക്ക് എവിടെ നിന്നാണ് ഈ MDMA കിട്ടിയത്? ആരാണ് ഇതിന്റെ വിതരണക്കാർ? പോലീസ് എന്തുകൊണ്ട് ഇത് അന്വേഷിക്കുന്നില്ല? ഗവൺമെന്റ് എന്തുകൊണ്ട് ഇതിൽ ആക്ഷൻ എടുക്കുന്നില്ല? എവിടെയാണ് നമ്മുടെ ഗവൺമെന്റ്? പോലീസിനെ നിയന്ത്രിക്കുന്ന നമ്മുടെ ഗവൺമെന്റ് എവിടെ? ഇവിടെ ഒരു ഗവൺമെന്റ് ഉണ്ടോ? ഇവിടെ ഒരു നിയമമുണ്ടോ? ഇത്രയും അധികം കേസുകൾ ഉണ്ടായിട്ടും, ഇത്രയും അധികം MDMA നമ്മുടെ നാട്ടിലെത്തിയിട്ടും എന്തുകൊണ്ട് നമ്മുടെ ഗവൺമെന്റ് അതിനെതിരെ ആക്ഷൻ എടുക്കുന്നില്ല? ഒരു MDMA മുക്ത കേരളം, അല്ലെങ്കിൽ ഒരു മയക്കുമരുന്ന് മുക്ത കേരളം, അല്ലെങ്കിൽ നമ്മുടെ പണ്ടത്തെ കേരളത്തെ നമുക്ക് കെട്ടിപ്പടുത്തണ്ടേ? അതിന് നമ്മളെല്ലാവരും, പോലീസ്, ഗവൺമെന്റ് എല്ലാവരും ഒന്നിച്ചു നിൽക്കണം. ഗവൺമെന്റ് ആരെയാണ് പേടിക്കുന്നത്? എന്തുകൊണ്ട് നിങ്ങൾ അതിനെതിരെ ആക്ഷൻ എടുക്കുന്നില്ല? നിങ്ങൾ എന്തിനു പേടിക്കുന്നു? MDMAക്കെതിരെ ആക്ഷൻ എടുക്കും. ഈ സമൂഹത്തെ നിങ്ങൾ രക്ഷിക്കൂ. ഞാൻ ഈ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കണം. നമ്മുടെ കുട്ടികളെല്ലാം നശിക്കാതിരിക്കുവാൻ വേണ്ടിയിട്ട് ഈ സമൂഹത്തിൽ നിന്ന് മയക്കുമരുന്ന് അകറ്റുക. ദയവ് ചെയ്ത് നിങ്ങൾ ഇതെല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഗവൺമെന്റ് ആക്ഷൻ എടുക്കുന്നതുവരെ നമ്മൾ തീർച്ചയായും ഇതിനെതിരെ പ്രവർത്തിക്കുക. നിങ്ങൾ ഇതിനോട് യോജിക്കണം, ഷെയർ ചെയ്യൂ. നന്ദി.